ഞാനൊരു 5ാം ക്ലാസ്സിൽ പഠിക്കണ സമയം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മഴവിൽ മനോരമയിൽ ധീരെ നല്ല ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ടൈം, നമ്മുടെ കൊച്ചിയിൽ ലുലു മാൾ വന്ന ടൈം. അങ്ങനെ ഞാനും വീട്ടുകാരുടെ കൈയും കാലും പിടിച്ച് നേരെ ലുലു മാളിൽ പോയി കൈ തമ്മി കൂട്ടിയിടിച്ച് ഷോക്കും അടിച്ച്. അപ്പം തന്നെ ഉറപ്പിച്ചില്ലേ, ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവർ. അങ്ങനെ ഇരിക്കുമ്പോഴാ അനു ആ കാര്യം പറയണം. വേറൊന്നുമല്ല, അതിന് ധീരയിൽ അവർ ഫ്രണ്ട്സ് അല്ലല്ല, അവർ കപ്പിൾസ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ചെക്കനായിട്ട് കൈകൂട്ടി മുട്ടുമ്പോഴത്തേക്ക് ഷോക്ക് അടിച്ചതിന് അതിനർത്ഥം ട്രൂ ലവ് ആണെന്നല്ലേ. പിന്നെ ചെക്കനെ തപ്പി നടക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. വേറൊന്നുമല്ല, എനിക്ക് ആ ടൈമിലൊരു ക്രഷ് ഉണ്ടായിരുന്നേ, കെവിൻ. അവനാണെങ്കിൽ നൈസാണ്, പോരാത്തതിന് അനുവിൻ്റെ ക്ലാസ്സിലും. പിന്നെ എന്ത് വേണം? പിന്നങ്ങോട്ട് അവനായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കൂട്ടിമുട്ടി ഷോക്ക് അടിക്കുമെന്ന് അറിയാനായിട്ടുള്ള പ്ലാനിങ്ങിലായിരുന്നു. അങ്ങനെ പ്ലാൻ നമ്പർ 1, അനു അവളുടെ ഏതെങ്കിലും ബുക്ക് അവൻ്റെ കയ്യിൽ കൊടുക്കുന്നു, എനിക്കത് തരാൻ പറയുന്നു, അവൻ അതെനിക്ക് കൊണ്ടുവന്ന് തരുന്നു, ഞങ്ങളുടെ കൈകൾ കൂട്ടിമുട്ടുന്നു, ഷോക്ക് അടിക്കുന്നു, ട്രൂ ലവ് കൺഫേം. അങ്ങനെ ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് അനു ആണെങ്കിൽ അവളുടെ ഒരു ബുക്ക് അവന് കൊടുത്തിട്ട് അത് എനിക്ക് തരാൻ പറഞ്ഞു. അവനാണെങ്കിൽ അതെനിക്ക് തരുകയും ചെയ്തു. പക്ഷേ ബുക്കിനൊക്കെ ഇത്രയും നീളം ഉണ്ടെന്ന് എനിക്ക് അന്നാ മനസ്സിലായത്. കൈ പോയിട്ടൊരു വിരൽ പോലും കൂട്ടിമുട്ടിയില്ല. അങ്ങനെ ആ പ്ലാനും ഫ്ലോപ്പായി. പക്ഷെ ഇതിലൊന്നും നമ്മ തളരില്ല, ആയതുകൊണ്ടാണല്ലോ കൈ തൊടാൻ പറ്റാനാ. എന്നാൽ പിന്നെ ഈ വട്ടം ഒരു ചെറിയ സാധനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പ്ലാൻ നമ്പർ 2. അനു അവളുടെ റബ്ബർ അവൻ്റെ കയ്യിൽ കൊടുക്കുന്നു, അതെനിക്കൊന്ന് തരുമോ എന്ന് ചോദിക്കുന്നു. അവൻ അതെനിക്ക് കൊണ്ടുവന്ന് തരുന്നു, ഞങ്ങളുടെ കൈകൾ കൂട്ടിമുട്ടുന്നു, ഷോക്ക് അടിക്കുന്നു, ട്രൂ ലവ് കൺഫേം. അങ്ങനെ ഈ പ്ലാൻ അനുസരിച്ച് അനു ആണെങ്കിൽ അവളുടെ റബ്ബർ നേരെ അവൻ്റെ കൈ കൊടുത്തിട്ട് അതെനിക്ക് തരാൻ പറഞ്ഞു. അവനാണെങ്കിൽ അതെനിക്ക് തരുകയും ചെയ്തു. പക്ഷേ കണക്കുകൂട്ടലുകളൊക്കെ ചെറുതായിട്ടൊന്ന് പിഴച്ച്. വേറൊന്നുമല്ല, ആ ചെറുക്കനാണെങ്കിൽ നിന്നെടുത്ത് നിന്നിട്ട് എടി പൊന്നു ക്യാച്ച് എന്ന് പറഞ്ഞ ആ സാധനം എൻ്റെ മേത്തേക്ക് ഒരു ഒറ്റയേറ്. ഞാൻ പിന്നെ നാണം കടണ്ടല്ലോ എന്ന് വിചാരിച്ചൊരു വിധത്തിൽ അത് ക്യാച്ച് പിടിച്ച്. അങ്ങനെ അതും പാളി. പക്ഷെ ഇതിലൊന്നും നമ്മ തളരൂല. 1 പിഴച്ച 3 എന്നാണല്ലോ ശാസ്ത്രം. ഇതിപ്പോൾ 1 2 പിഴച്ച സ്ഥിതിക്ക് 3 എങ്ങനെയെങ്കിലും ഒന്ന് പിടിക്കണമല്ലോ എന്ന് വിചാരിച്ച് അനു ഒരു കിടുക്കാച്ചി ഐഡിയയും കൊണ്ടുവന്ന്. പ്ലാൻ നമ്പർ 3. അവൻ എന്തായാലും ഗ്രൗണ്ടിലേക്ക് ലഞ്ച് ബ്രേക്കിന് കളിക്കാൻ വരും. അപ്പോഴത്തേക്ക് ഞങ്ങളും അങ്ങോട്ട് ചെല്ലുന്നു, ഓടിച്ചിട്ട് പിടുത്തം കളിക്കാമെന്ന് പറയുന്നു. അനു ക്യാച്ചറാവുന്നു, എന്നെ പിടിക്കുന്നു, അവൻ എനിക്ക് പാസ് തരാൻ വേണ്ടി വരുന്നു, കൈകൾ കൂട്ടിമുട്ടുന്നു, ഷോക്ക് അടിക്കുന്നു, ട്രൂ ലവ് കൺഫേം. അങ്ങനെ പ്ലാൻ അനുസരിച്ച് ഞാനും അനുവും കൂടെ ലഞ്ച് ബ്രേക്കിന് നേരെ ഗ്രൗണ്ടിലേക്ക് പോയി. അവിടെ അവനും ഉണ്ടായിരുന്നു. അങ്ങനെ കളി തുടങ്ങി. അവൾ ക്യാച്ചറായി, എന്നെ പിടിക്കുകയും ചെയ്തു. ഞാനാണെങ്കിൽ ഈ ചെറുക്കൻ ഇപ്പം പാസ് തരും എന്ന് പറഞ്ഞ് അവിടെ അങ്ങനെ നിൽക്കണേ. അങ്ങനെ വിചാരിച്ച പോലെ അവൻ പാസ് തന്ന്. പക്ഷെ ആ പന്നി കൈക്കെട്ടടിക്കണേന് വരം പട്ടക്കേന്ന് പറഞ്ഞൊരു ഒറ്റടി മുതുകത്തിട്ട്. ഷോക്ക് പോയിട്ട് ഒരു സ്പാർക്കെങ്കിലും എവിടെന്ന്. അന്ന് എൻ്റെ മുതുക് പൊളിഞ്ഞെന്നല്ലാണ്ട് അവിടെ ഒന്നും നടന്നില്ല. അന്നത്തോടെ എനിക്കൊരു കാര്യം മനസ്സിലായി ഗൈസ്. ഈ സിനിമാക്കാരില്ലേ, അവർ പലതും കാണിക്കും, ടെക്നിക്കാണ്, ഷോക്കൊന്നും അടിക്കൂല, സത്യം.